ചേട്ടാ, ഈ മഹാരാഷ്ട്രയിലെ ഈ മഹാവികാസ് അഘാഡി തകരുവാണ്. ഏകദേശം തകർച്ചയുടെ വക്കിലാണ് MVA മഹാവികാസ് അഘാഡി എന്ന് പറയുന്നത്. കാരണം ഈ അടുത്തിടയ്ക്ക് നടന്ന മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷന് വലിയ പരാജയമാണ് ഈ അഘാഡിക്ക് ലഭിച്ചത്. 288 അസംബ്ലി സീറ്റ്സ് ആണ് മഹാരാഷ്ട്രയിലുള്ളത്. ഒരു വലിയൊരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അവിടെ 235 സീറ്റും BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ്. മഹായുതിക്കാണ്, അലയൻസിനാണ് കിട്ടിയത്. വെറും 50 സീറ്റാണ് ശിവസേന അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മഹാവികാസ് അഘാഡിക്ക് ലഭിച്ചത്. ഈ 50 സീറ്റില് ഇപ്പൊ ഉണ്ടാക്കിയ പ്രശ്നം എന്താന്ന് വെച്ചാല് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആരാവണം എന്നാണ് ഇപ്പൊ തർക്കം. അതെ, പ്രതിപക്ഷം ആരായിരിക്കണം, പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് വേണം? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ VD സതീശനാണ് പൊസിഷൻ. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ടോട്ടൽ MLA-മാരുടെ 10% ഉള്ള പാർട്ടിക്ക് മാത്രമേ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. മഹാരാഷ്ട്രയിൽ ഒരു പാർട്ടിക്കും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്കും 28 സീറ്റ് ഇല്ല. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ഉള്ളത് വെറും 20 സീറ്റാണ്. കോൺഗ്രസിന് 16 സീറ്റ്, ശരത് പവാറിന്റെ NCPക്ക് 10 സീറ്റ്. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഈ ശിവസേനയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നം, ലീഡർ ഓഫ് ഓപ്പോസിഷൻ സ്ഥാനം വേണം. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസമുള്ള കാര്യം BJP കഴിഞ്ഞാലും മാത്രമേ ഇവർക്ക് ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ സ്ഥാനം കിട്ടുകയുള്ളൂ. അത് വലിയൊരു ട്രാജഡിയാണത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഉദ്ധവ് താക്കറെ എത്താനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഈ അധികാരത്തോടുള്ള ഒരു ഇതാണ്. ഒരു ആവശ്യമില്ലാതെ, കാരണം അന്ന് 2019 ആണ് ഇതിനു മുമ്പ് ഇലക്ഷൻ മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. അപ്പോൾ BJPയുടെ പകുതി സീറ്റ് ഉള്ളായിരുന്നു ശിവസേനയ്ക്ക്. അപ്പോൾ പുള്ളിക്ക് മുഖ്യമന്ത്രി ആവണം. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നെ ഈ ഐഡിയോളജി, ഈ ഹിന്ദുത്വമാണ് ശിവസേനയുടെ ഐഡിയോളജി, മറാഠ മാനൂസ് എന്നൊക്കെ പറയുന്ന ഒരു മഹാരാഷ്ട്രവാദമൊക്കെ, ഇതിനെല്ലാം മാറ്റിവെച്ചാണ് പുള്ളി മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഓപ്പോസിഷനിലേക്ക് പോയത്. കോൺഗ്രസിലേക്കും NCP ജോയിന്റ് ചെയ്ത് പോയി. എനിക്ക് ആ മുന്നണിയിലെ മജ്ലിസ് ഇത്തിഹാദ് മുസ്ലിം എന്ന് പറയുന്ന അസദുദ്ദീൻ ഒവൈസിന്റെ പാർട്ടി വരെ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇവർ കുറച്ചാൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് 2 സ്പ്ലിറ്റ് വന്നത്. NCPയിൽ സ്പ്ലിറ്റ് ചെയ്ത ഒരു വിഭാഗം അജിത് പവാറിന്റെ കൂടെ പോയി. ശിവസേനയിൽ തന്നെ ഏക്നാഥ് ഷിൻഡെയുടെ കൂടെ ഒരുപാട് MLA-മാര് പോയി. അപ്പോഴാണ് ഷിൻഡെ, കാരണം BJPയുടെ പകുതി സീറ്റേ ഉള്ളൂ അപ്പോഴും ശിവസേനയ്ക്ക്. പക്ഷേ ശിവസേനയെ സപ്പോർട്ട് ചെയ്ത് ശിവസേന കുറച്ചുപേര് BJPയിലേക്കും പോയി, കുറച്ചുപേര് കോൺഗ്രസിലേക്കും വന്നു. അതെ, കുറച്ചേ ഉള്ളായിരുന്നു കോൺഗ്രസിൽ, കൂടുതൽ ആൾക്കാർ BJPയുടെ കൂടെ പോയി. അപ്പോൾ ഒരു മുന്നണിയുടെ ഒരു മര്യാദ വെച്ചിട്ടാണ് ഏക്നാഥ് ഷിൻഡെയെ BJP മുഖ്യമന്ത്രിയാക്കി. ഒരു 2.5-3 വർഷത്തോളം ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് 144 സീറ്റാണ് ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടത്. അവിടെ BJPക്ക് 130+ സീറ്റ് കിട്ടി. അപ്പോൾ നാച്ചുറലി BJPക്ക് പിന്നെ 2 സഖ്യകക്ഷികളുണ്ട്. NCPക്കും നല്ല രീതിയിൽ അവിടെ വോട്ട് സീറ്റ് കിട്ടി, ഇവർക്കും ശിവസേനയ്ക്കും കിട്ടി. അപ്പോൾ ആ ഒരു മുന്നണിമാരുടെ പേരിൽ ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി. ഇവർ രണ്ടുപേരും, ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരുമായി. അപ്പോൾ BJP അല്ലെങ്കിൽ മഹായുതി അവിടെ വളരെ സെറ്റിൽഡ് ആണ്, പ്രശ്നങ്ങളില്ലാതെ. പിന്നെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ, ഇനി കോൺഗ്രസിനോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറേക്കാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോണത്. ഒന്നാമത്തെ കാര്യം, 1995 BJP ശിവസേന സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നതാണ്. അപ്പോ ബാൽ താക്കറെ, ശിവസേനയുടെ സ്ഥാപകൻ ബാൽ താക്കറെ അപ്പോൾ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയാവാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി ആവില്ല, മറ്റൊരാളാവും മുഖ്യമന്ത്രി, ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ല, വേറൊരാളാണ് മുഖ്യമന്ത്രി ആയത്. ഇത് തന്നെയാണ് ശിവസേന എല്ലാ കാലത്തും പിന്തുടർന്നുകൊണ്ടിരുന്നത്. കാരണം അവരുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഫാമിലി അവർ രാഷ്ട്രീയക്കാരിലേക്ക് വരില്ല, MLA-മാരൊന്നും ആവില്ല. പക്ഷേ അവര് രാഷ്ട്രീയം കൺട്രോൾ ചെയ്യും. മുംബൈ അല്ലെങ്കിൽ മഹാരാഷ്ട്രയെ അവർ കൺട്രോൾ ചെയ്യും പൊളിറ്റിക്സിലൂടെ. ശിവസേന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഈ ഉദ്ധവ് താക്കറെ ആയപ്പോഴത്തേക്കും അധികാരത്തോട് ഒരു ക്രേസ് വന്നു. പിന്നെ അതിന് മുമ്പ് ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. രാജ് താക്കറെ എന്ന് പറഞ്ഞാൽ അതിന് നെഫ്യൂ വേറെ പാർട്ടി ഉണ്ടാക്കി, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായി. അത് വേറെ പോയി, ആ പാർട്ടി ഇല്ലാതായി. ഈ അധികാരത്തോടുള്ള ഇത് ഉദ്ധവ് താക്കറെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി നശിച്ചുപോയി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ഏകദേശം തീർന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ, ആദിത്യ താക്കറെ, അദ്ദേഹം ജയിച്ചു, MLA ആയി. പക്ഷെ ഇവർക്കൊന്നും ഇനി രാഷ്ട്രീയമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ഭാവി ഇല്ലാതായി പോയി. എക്സാക്ട്ലി, അതാണ് മഹാരാഷ്ട്ര ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇവർക്ക് മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി BMC ആണ്, ബോംബെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, മെട്രോപൊളിറ്റൻ കോർപ്പറേഷൻ. 30,000 കോടി രൂപയാണ് ആനുവൽ ബഡ്ജറ്റ്. ഇന്ത്യയിലെ ഏതൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ ബോഡിയെക്കാളും പണം ഉള്ളത്, റവന്യൂ ഉള്ളത് സമ്പാദിക്കുന്നതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ടാണല്ലോ, മുംബൈ ആണ് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ.
അങ്ങോട്ടേക്ക് ഇനി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതില് ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ ഒരു റിവൈവലിനുള്ള സാധ്യത ഉദ്ധവ് താക്കറേക്കും കോൺഗ്രസിനും NCPക്കും ഉണ്ട്. അവിടെയും പരാജയപ്പെട്ടാൽ അടുത്ത കാലത്തൊന്നും മുന്നോട്ട് വരാൻ ഇവർക്ക് സാധിക്കില്ല. നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലോക്സഭ ഇലക്ഷൻ ആണ്. ലോക്സഭ ഇലക്ഷന് മഹായുക്തി എന്ന് വെച്ചാൽ നമ്മുടെ BJP സഖ്യത്തിന് കുറച്ച് സീറ്റേ കിട്ടിയുള്ളൂ. കൂടുതൽ സീറ്റ് കോൺഗ്രസ് അലയൻസിനാണ് കിട്ടിയത്. പക്ഷെ വളരെ പെട്ടെന്നാണ് ഒരു 4-5 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് മറിഞ്ഞു. കംപ്ലീറ്റ് സീറ്റ്സും NDAയിലേക്ക് വന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രശ്നം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് എത്ര നാള് ഈ അറേഞ്ച്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒന്ന്, ശിവസേനയ്ക്ക് കോൺഗ്രസ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ അടുത്തിടയ്ക്ക് മഹാവികാസ് അഘാഡിയിൽ സമാജ്വാദി പാർട്ടി അവിടെ ഒരു പാർട്ട്ണറായിരുന്നു, അവർ മാറി. ശിവസേന ഈ ഡിസംബർ 6 ആയിരുന്നല്ലോ നമ്മുടെ ഈ രാംജന്മഭൂമി ബാബ്രി മസ്ജിദ് ഇഷ്യൂവിന്റെ അന്ന് ശിവസേന നടത്തിയൊരു സ്റ്റേറ്റ്മെന്റിൽ സമാജ്വാദി പാർട്ടി അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി പുറത്തു വന്നു അലയൻസിൽ. അപ്പൊ പതുക്കെ ഇത് ഡിസിന്റഗ്രേഷനിലേക്ക് പോവാണ്. ഈ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, നാഷണൽ ലെവലിൽ UPAയ്ക്കും ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ പലരും പറയുന്നത് മമതാ ബാനർജി ആവണം. അതെ, ഇന്ത്യ സഖ്യം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ. അതെ, അപ്പോ ഇനി മമതാ ബാനർജി വേണം ഇന്ത്യ സഖ്യത്തിന്റെ ഫേസ് ആവാനെന്ന് പലരും വാദിക്കണവരുണ്ട്. അപ്പോ എത്ര നാൾ ഇങ്ങനെ ഒരു ഐഡിയോളജി ഇല്ലാതെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ എത്ര നാൾ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ കണ്ടറിയേണ്ടി തന്നെ വരും. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇപ്പം രാഹുൽ ഗാന്ധിയെ ആക്കണം, അല്ലെങ്കിൽ ഇപ്പം പ്രിയങ്ക ഗാന്ധി അടുത്ത ഇലക്ഷന് മത്സരിച്ചു MP ആയി, പ്രിയങ്ക ഗാന്ധി ആക്കണം. അപ്പുറത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ ഉണ്ട്. അപ്പൊ തെക്ക് നിന്ന് ഒരുപാട് പേരുണ്ട്, അവിടെ ആ ഭാഗത്ത് നിന്നും കുറെ പേരുണ്ട്. അപ്പം ഇത് വലിയൊരു തർക്കമാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത്. തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് വളരെ വീക്കാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സെക്കൻഡ് പാർട്ടി ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോ ജമ്മു കാശ്മീർ ഇലക്ഷൻ നടന്നു, അധികാരം വളരെ കുറഞ്ഞ്, അത് പണ്ടുണ്ടായിരുന്നത് പകുതിയായി. അതെ, ഈ അധികാരമുള്ള സംസ്ഥാനങ്ങളും ഒരു സെക്കൻഡ് പാർട്ടി മാത്രമായിട്ട് മാറുവാണ്. ജാർഖണ്ഡിൽ ഇപ്പോ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവിടെയും സെക്കൻഡ് പാർട്ടി മാത്രമേ ഉള്ളൂ കോൺഗ്രസ്. കശ്മീരിലും അത് തന്നെ. കശ്മീരിൽ കോൺഗ്രസ് ഇല്ലെങ്കിലും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന് ഭരിക്കാം എന്നുള്ള അവസ്ഥ വരും. അപ്പൊ ഇങ്ങനെ ചെറുതായി വരുന്നതനുസരിച്ച് ഇവരുടെ ഒരു ബാർഗൈനിങ് പവറോടെ പോവാണ്. ഒരു 150 ലോക്സഭാ സീറ്റ് ഒറ്റ ഇതിൽ വരാതെ കോൺഗ്രസിന് ഒരിക്കലും ഒരു പ്രിൻസിപ്പൽ പാർട്ടി എന്നുള്ള രീതിയിൽ ഇവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള കാലവും അത് വളരെ ദയനീയമായിരിക്കും. കോൺഗ്രസിന് ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. പ്രത്യേകിച്ച് BJP എന്ന് പറയുന്നത് ഒരുപാട് ലീഡേഴ്സ് ഇപ്പൊ അതിനകത്തുണ്ട്. ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവാം, യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാവാം, ഹിമന്ത ബിശ്വ ശർമ്മ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവാം. അപ്പോൾ ഒരുപാട് ഗാലക്സി ഓഫ് ലീഡേഴ്സ് BJPയിലുണ്ട്. കോൺഗ്രസിൽ ഇപ്പോൾ ഇപ്പോഴും ആ ഫാമിലിയുടെ പുറത്തേക്ക് വരാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല. അങ്ങനെ വരാത്ത അടുത്തോളം കാലം ഇപ്പോൾ മമതാ ബാനർജിക്ക് ഫേസ് ആവേണ്ടി വരും, സ്റ്റാലിന് ഫേസ് ആവേണ്ടി വരും, ലാലു പ്രസാദ് യാദവിന് അയാളുടെ അംബിഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ, അയാൾക്കും അംബിഷൻസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളിലും ഇവർ ഡയറക്ട്ലി ഫൈറ്റിംഗ് ആണ്. കേരളത്തില് CPM-ഉം കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്, പക്ഷെ കേരളത്തിൽ ഒരു ഫൈറ്റ് ചെയ്യുവാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇതിനകത്ത് പാർട്ടിയാണ്, പക്ഷെ ഡൽഹിയിൽ ഇലക്ഷൻ വരാൻ പോണു, അവിടെയും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. പഞ്ചാബില് സഖ്യയിലായിരുന്നു, ഹരിയാനയില് സഖ്യയിലായിരുന്നു. അപ്പോൾ തമ്മിൽ ഇവർ ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഒരു കോമൺ അംബ്രല്ലയുടെ അടിയിൽ വരാതെ ഇവർക്ക് ആർക്കും എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്.